കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക പടർന്ന സംഭവത്തിൽ അപകട കാരണം ബാറ്ററി പൊട്ടിത്തെറിച്ചതാണെന്ന് റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ബദൽ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് തിരികെ എത്താനുള്ള നിർദ്ദേശം നൽകി. അഭിന വിവരങ്ങൾ നൽകുന്നു. അഭിന. MS തീർച്ചയായും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ തീപിടുത്തവും ഈ ഇത്തരത്തിൽ പുക അത്യാഹിത വിഭാഗത്തിലേക്ക് പടർന്ന് പിടിച്ചതിന് ശേഷം മരണം സംഭവിച്ചതിന് ശേഷം തന്നെ വലിയ രീതിയിലൊരു ആരോപണം തന്നെയായിരുന്നു ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ ിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPU യൂണിറ്റിൽ തീപിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഷോർട്ടേജ് കാരണം ഒരു ബാറ്ററി ചൂടായി പിന്നീട് ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ച് പിന്നീട് തീ പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് തന്നെയായിരുന്നു ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരെല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. ഒരു ശബ്ദം മാത്രം, ഒരു ഉഗ്രം ശബ്ദം മാത്രമേ കേട്ടിരുന്നുള്ളൂ UPS റൂമിൽ നിന്നും. പിന്നെ മറ്റൊന്നും ഓർമ്മയില്ല. പിന്നീട് പുക മാത്രമാണ് അത്യാഹിത വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഏകദേശം 34 ബാറ്ററികൾ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തീപിടുത്തത്തിൽ തന്നെ 34 ബാറ്ററികൾക്ക് തീ പിടിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിയും അതുപോലെ തന്നെ തീ പിടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു കണ്ടെത്തലിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റിപ്പോർട്ടിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബാറ്ററി സൂക്ഷിച്ച റൂമിലാണ് വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായതും അത് പടർന്നു പിടിക്കുകയും ചെയ്തത്. പക്ഷേ UPS റൂമിൽ നിന്നും മറ്റൊരിടത്തേക്ക് തീ പടരാതിരുന്നതിൽ തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് പ്രവർത്തിച്ച ജീവനക്കാർ, അതായത് ഡോക്ടർമാർ, നഴ്സുമാർ, ഈ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാർ, മറ്റ് ഈ ആശുപത്രിക്ക് സമീപം ഉണ്ടായിരുന്ന കടകളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അതേ സമയത്ത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിനെല്ലാം തന്നെ ഈ രോഗികളെ മാറ്റാനും ബീച്ച് ആശുപത്രിയിലേക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് എല്ലാം തന്നെ മാറ്റാനുള്ള ആ ഒരു സമയത്തുണ്ടായ നടപടികളെല്ലാം തന്നെ വലിയ രീതിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും മുൻതൂക്കം നൽകിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ വലിയ രീതിയിലൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ാണ് അവിടുത്തെ രോഗികളെല്ലാം മരിക്കാൻ ഇടയായത് എന്നടക്കം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണം വേണമെന്ന് ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘങ്ങൾ വിദഗ്ധ ഡോക്ടർമാരെല്ലാവരും തന്നെ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം എത്തും. വിവിധ ആശുപത്രികളിലുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നതിനായി ഇന്ന് ഇവിടേക്ക് എത്തുക. PWയുടെയും ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഇന്നും പ്രധാനമായും നടക്കുകയും ചെയ്യും. ഇപ്പോഴും ഈ പരിശോധനകളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ പുതിയ ബ്ലോക്കിലേക്ക് ഇനിയൊരു അത്യാഹിത വിഭാഗം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായി ഈ പഴയ കെട്ടിടത്തിൽ, മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടത്തിൽ ഇപ്പോൾ ഇവിടെ അത്യാഹിത വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു, നിലവിൽ ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം, രോഗികളെല്ലാം തന്നെ തിരികെ ഈ പഴയ ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ബീച്ച് ആശുപത്രിയിലേക്കോ എത്താം എന്നുള്ളൊരു നിർദ്ദേശവും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഓർത്തോ, കാർഡിയാക് തുടങ്ങിയ വിഭാഗങ്ങളായി ഇവിടെ തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഡോക്ടർമാരെ, നഴ്സുമാരെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോഴും നിലവിൽ നിരവധി ആളുകൾ ഈ പഴയ കെട്ടിടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതീവ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. MS